ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ മണി മേക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര സത്യമായിട്ട് സംഭവമാണ്. നിങ്ങളത് ആക്ച്വലി ട്രൈ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കാശുള്ളപ്പോഴും നമ്മുടെ കയ്യിൽ കാശുള്ളപ്പോഴും നമുക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ഒരു ഡിഫറെന്റ് ലെവലാകുന്ന തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആപ്സുകളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ ഞാൻ റെഫറൽ ലിങ്ക്സുകൾ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിങ്ക് കോഡ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി ഇത് റെക്കമെൻഡേഷനോ സംഭവങ്ങളൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ സെബി റൂൾ അനുസരിച്ച് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇന്ന സാധനം എടുക്കണം, ഇന്ന സ്റ്റോക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും ഒക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ajmg.banksupportd നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റെഫർ അല്ലെങ്കിൽ ത്രൂ തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും ഒക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അപ്രൂവ് ആവാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇപ്പൊ ആക്ച്വലി അത്യാവശ്യം നല്ല കത്തിക്കേറി പെട്ടെന്ന് അപ്രൂവൽ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നമ്മുടെ 2 ചാനലും പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ GST പോലെ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ് ചെയ്യുന്നത്, ടെക്നിക്കൽ, ഫൈനാൻഷ്യൽ, മൂവി, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആണ് ഞാൻ എന്റെ പ്രൈമറി ഡിവൈസ് എന്ന് പറയുന്നത് iPhone 15 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കാം. ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുന്ന സംഭവം ഇൻഡിമണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും ഇൻഡിമണിയുടെ ആപ്പ്. IND മണി എന്നും പറയും. IND മണി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സും US സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ FDയും ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ വൺ ആപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി എൻ്റെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന 60% സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളതിൽ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ FD ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഏഞ്ചൽ വൺ ആണ്. അത് ഞാൻ എൻ്റെ 2ാമത്തെ ഫോണിൽ നിങ്ങൾക്ക് എനിക്ക് 3 ഫോണുകളുണ്ട്. അപ്പോൾ 2 ഫോണിലും ഇതെൻ്റെ 2ാമത്തെ ഫോണാണ്. നമ്മുടെ സാംസങ്ങിന്റെ ഫോണാണ്. ഞാൻ ഓപ്പൺ ആയിട്ടിടാം. അപ്പൊ ഇതിൽ എനിക്ക് ആക്ച്വലി 2 നമ്പറിലും എനിക്ക് ബാങ്ക് അക്കൗണ്ട്സും ഉണ്ട്, ഡിമാൻഡ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ 2 സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ മെയിൻ ആയിട്ട് എന്റെ പ്രൈമറി ഡിവൈസിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും 2ാമത്തെ ആപ്പ് നിങ്ങൾക്ക് ആ ഇൻഡിമണിയുടെ അപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്, സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ട്. അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്സ് നിങ്ങൾക്ക് അറിയാം, വാങ്ങിക്കാൻ അറിയില്ല ഇത് ആക്ച്വലി ഒരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്സ് എന്നൊക്കെ വേണമെങ്കിൽ അറിയാം. സ്മോൾ കേസിന് നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ഞാൻ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വേറെ മഡ്രക്സ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. മഡ്രക്സ് ആപ്പ് ഉണ്ട് താഴെ. അത് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ആപ്പാണ്. ഞാൻ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നതും മഡ്രക്സ് ആപ്പ് കൂടെ തന്നെ നമുക്ക് രജിസ്റ്റർഡ് ആയിട്ട് ഇന്ത്യയിൽ ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് താഴെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സംശയം വേണ്ട. ഈ സൈഡിലേക്ക് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് കാണാം താഴെയായിട്ട് കണ്ടു. അത് നമ്മുടെ ക്ലിയർ ടാക്സുകാരുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്പാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് തന്നെ ഗ്രോ കാണുന്നുണ്ട്. ഗ്രോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു എന്താ പറയാ, മെയിൻ ആയിട്ട് ഞാൻ ഇൻഡിമണി ഒരു 60% നോക്കി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു 25% ഗ്രോയിൽ ഉണ്ടായിരിക്കും. ബാക്കി എല്ലാം സ്പ്ലിറ്റ് അല്ലാതെ ചില സംഭവത്തിൽ ഏഞ്ചൽ വണ്ണിലൊക്കെ ഒരു 5% അത് എൻ്റെ ഈ ഫോണിലാണ്. അപ്പൊ ഇത് സാംസങ്, ഇത് ഒരു തിൻ കേസ് ആട്ടോ സാംസങ്ങിന്റെ. ഞാൻ പിന്നെ പറയാം, എന്തായാലും മിക്സ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഗോൾഡ് ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ഗുല്ലക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. എവിടെ ഗുല്ലക്ക് ആപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ എന്താ പറയാ ഒരു ആപ്പ് കൂടി ഉണ്ടല്ലോ, ഞാനത് ഉപയോഗിക്കാറുണ്ട്. നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേര് കിട്ടുന്നില്ല. ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതിൽ കുറെ ഭയങ്കര പരസ്യം സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് ലീഗൽ തന്നെയാണ് സംഭവം, രജിസ്റ്റേർഡ് സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഭയങ്കര പരസ്യവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഞാൻ എടുത്തിട്ട് കളഞ്ഞിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ 3-4 ആപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിന്റെ എത്ര ശതമാനം ഏത് ആപ്പിനെ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പൊ ഏതൊക്കെ മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്സ് ഉണ്ട്, US സ്റ്റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് വരുന്നുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയും വരുന്നുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്സും അതുപോലെ ഇന്ത്യൻ സ്റ്റോക്സും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുമാണ് മെയിൻ ആയിട്ട് ഒരു ഹൈ പെർസെൻറ്റേജ് ആയിട്ട് വരിക കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ അതിന്റെ ചെറിയ എമൗണ്ട് പിന്നെ വരുള്ളൂ. US സ്റ്റോക്സും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഗൂഗിളിലെ സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ബൂമായി തോന്നിയിരിക്കും. ആമസോൺ,
ആപ്പിളൊക്കെ ഇടിഞ്ഞ് പണ്ടാണെങ്കിൽ. എൻ്റെ കയ്യിൽ ഒരു 5-6 US സ്റ്റോക്സ് ഉണ്ട്, 2 ETF ഉണ്ട്. അതിൽ ഗൂഗിളാണ് ഏറ്റവും കയറി നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു, നമ്മുടെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എന്താണ് നമ്മുടെ ഇന്റലിന്റെ ഉണ്ട്. ഇന്റൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. എനിക്ക് ഓൾമോസ്റ്റ് 20% ആയിട്ട് താഴെ മൈനസ് റിട്ടേൺ ആയിട്ടിരിക്കുക. ഇന്റൽ ആകെ പൊളിഞ്ഞൊന്നുണ്ട്. ഇപ്പൊ തന്നെ വിൻഡോസിലൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കോൾകോമിന്റെ ചിപ്പ് വരാൻ പോകണല്ലോ. അപ്പോൾ എനിക്ക് പണി കിട്ടിയെന്നുണ്ടത് ഇന്റൽ വാങ്ങിച്ചത്. കയറ് അതിന്റെ കാലമായി കൊണ്ട് വാങ്ങിച്ചാണ് പണ്ടാരം. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളും സംഭവങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണി മേക്സ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ മറക്കേണ്ടത് മെയിൻ ആയിട്ട് ഒരു വൺ ഓഫ് ദി ഫേമസ് കോട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഇപ്പൊ തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഈ പറഞ്ഞ നമ്മുടെ ആപ്പുകളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് തരുന്ന ആപ്പുകളാണ്. അപ്പൊ ഞാൻ അതിൽ ഹൈ റെക്കമെൻഡ് ചെയ്യുന്നത് IND മണി തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ തന്നെ ഫ്രീ ഡിമാൻഡ് അക്കൗണ്ട് തുടങ്ങാം. ഇപ്പോൾ US സ്റ്റോക്സ് ആയാലും ഇന്ത്യൻ സ്റ്റോക്സ് ആയാലും ഏതിനായാലും നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് അതിൽ ഫ്രീ ആയിട്ട് തുടങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ US സ്റ്റോക്സ് തുടങ്ങാം, നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്സിൽ വേണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്സിൽ വാങ്ങിച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ സംഭവമൊന്നും ഇല്ലാത്ത ആരാണെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയാൽ മതി. എന്തെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയാൽ മതി. അപ്പൊ എന്റെ മെയിനായിട്ട് എന്റെ മ്യൂച്വൽ ഫണ്ടിൽ എന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് എന്റെ ഫ്ലെക്സി കാപ്പും ഇൻഡെക്സ് ഫണ്ടാണ് മെയിനായിട്ട് പെർസെന്റേജ് വരുന്നത്. പിന്നെ നമുക്ക് ELCC ഫണ്ട് വരുന്നുണ്ട്. അത് ഗ്രോയിൽ ഞാൻ മെയിനായിട്ട് ELCC ഫണ്ടാണ് വരുന്നത്. അതായത് നമുക്ക് ടാക്സ് സേവിംഗ് ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ മെയിനായിട്ട് ഈ കോഡ്സ് ഞാൻ എൻ്റെ തമ്മിൽ കൊടുക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഇത് കുറെ പേര് ഇപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റോ സംഭവം ചെയ്യുന്നില്ല. കാശ് കിട്ടും അപ്പൊ തന്നെ പൊട്ടിച്ച് കളയും. പിന്നെ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ കഴിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളൊരു 20 വയസ്സിന്റെയും 24 വയസ്സിന്റെ ഒരു ഇടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും സമയമുണ്ട്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 30 വയസ്സാകുമ്പോൾ അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അത്രയും കയ്യിൽ കോർപ്പസ് കയ്യിൽ കാണും. അപ്പൊ അത് തരുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസ് തന്നെയാണ്. ഞാനും ആക്ച്വലി വിചാരിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 6-8 കൊല്ലം മുമ്പൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ ഇടയിലെ കൂടെ തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോ ഒരു 20 ജോലി കിട്ടിയ സമയത്ത് 20-22 വയസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വലിയ കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പറയാം. ഞാൻ ഇപ്പോഴും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്ത് പറയാൻ മെയിൻ കാരണം. അപ്പോൾ ഈ സാധനം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയാൽ നിങ്ങൾക്ക് 500 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാട്ടോ. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾ EMI സാധനം വാങ്ങിക്കുന്നില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് EMI പോലെ തന്നെ SIP അടിച്ചു പോകാം. ഒരു 100 രൂപയോ 500 രൂപയോ നിങ്ങൾക്ക് അത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് അത് ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ മെയിൻ ഡിഫറൻസ് അറിയാം. അത്രയ്ക്കും എമൗണ്ട് കയ്യിൽ കിട്ടും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ ഇക്കോണമി ഭയങ്കരമായിട്ട് ബൂം ആവാനുള്ള, നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. എന്താ വെച്ചാൽ ഇന്ത്യ സൂപ്പർ പവർ ആകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ഇൻഡെക്സ് ഫണ്ടിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് നമ്മുടെ Nifty 50, Nifty 100 കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് കയറി നമുക്ക് അത്രയും റിട്ടേൺ സംഭവം കിട്ടും. അപ്പൊ അത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് കയ്യിൽ നിങ്ങൾ ചെറിയ എമൗണ്ട് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ 17%, 20%, 25% മാക്സിമം ചിലപ്പോൾ റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ സാധനം കിട്ടും. അപ്പൊ അത് തരുന്നൊരു സംഭവം ഒരു വേറെ ലെവൽ ഓഫ് കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ കുറെ പേര് ഇപ്പൊ ചെയ്യുന്നില്ല. നമ്മൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അത് എങ്ങനെ ചെയ്യാന്ന് കുറെ പേർക്ക് അറിയില്ല. അത് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിമണിയുടെ ആപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പിലേക്കാണ് പോവുക. അതിൽ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ഇതിൽ KYC ചെയ്യേണ്ടി വരും. ആധാർ നമ്പറും പാൻ കാർഡും വെച്ചിട്ട് KYC ചെയ്യേണ്ടി വരും. KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാൻഡ് അക്കൗണ്ട് തുടങ്ങാം. നോർമലി ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ഡിമാൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടും കയ്യിൽ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആക്ച്വലി ഡിമാൻഡ് അക്കൗണ്ട് വേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇന്ത്യ മണിയിൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് തുടങ്ങിയിടുകയായിരിക്കും നല്ലത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ അങ്ങനെ സംഭവത്തിലൊക്കെ ഇതൊരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ US സ്റ്റോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് വേറെ സെപ്പറേറ്റ്, അതും ഫ്രീ തന്നെയാണ്. ഫെഡറൽ ബാങ്കിന്റെ നമുക്കൊരു അക്കൗണ്ട് അതൊക്കെ നമുക്ക് എല്ലാം നമുക്ക് അതിൽ കൂടെ തന്നെ എടുക്കാം. ജസ്റ്റ് ആ സെക്ടറിൽ പോയി കഴിഞ്ഞാൽ അത് ഫുൾ അതിൽ അതുപോലെ കാണിക്കാം. അത് കണ്ടിന്യൂ അടിച്ച് പോയാൽ മതി. അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ്, പാൻ നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെ പോയാൽ മതി. നോർമലി പോലെ തന്നെ ഫോം അടിക്കുന്ന പോലെ തന്നെ. എന്താ വെച്ചാൽ ഞാൻ അത് കാണിച്ചു തരാത്ത എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് തുടങ്ങി. എൻ്റെ കുറെ കാലമായിട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് അത് തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പാൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്ന് കാണിക്കുക. പിന്നെ നമുക്കത് അപ്പുറത്തേക്ക് പോവില്ല. ആ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചു തരാത്തേട്ടാ. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് കയറി കഴിഞ്ഞാൽ ഇൻഡിമണിയുടെ ആപ്പ് എടുക്കുക, ലോഗിൻ ചെയ്യുക, പാൻ കാർഡോ ആധാർ കാർഡോ കയ്യിൽ വയ്ക്കുക. വേറെ ഒരു സംഭവം വേണ്ട. ഫോട്ടോ ക്ലിക്ക് ചെയ്യാനൊക്കെ പറയും ഡിമാൻഡ് അക്കൗണ്ടിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട്. പ്രത്യേകിച്ച് സ്റ്റോക്ക് എന്താ പറയാ നമ്മുടെ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ US സ്റ്റോക്സിലായാലും.
പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ട്രൈ നോക്കാൻ പറയണ്ട, സിമ്പിൾ സ്റ്റെപ്പാണ്. ഒരു പഠിപ്പില്ലാത്ത ആൾക്കാർക്ക് വരെ നമ്മൾ ഈ സാധനം ഈ ആപ്പ് കൂടെ തുടങ്ങിയിട്ട് അതിന്റെ പ്രോസസ്സ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഒരു പാടുമില്ല. ഒരു ചെറിയ കുട്ടികൾക്ക് വരെ ചിലപ്പോൾ ഒരു സുഖമായിട്ട് ചെയ്യാവുന്ന എന്താ വെച്ചാൽ അതിൽ കാണിക്കും, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അതേപോലെ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. പാൻ കാർഡ് ആധാർ കാർഡ് കയ്യിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം, മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽ കാണാത്തൊരു കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം. ബൈ.